ശിവനിൽ നിന്നും ജനിക്കുന്ന ഒരു പുത്രന് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ എന്ന വരം അസുരനായ ശൂരപത്മൻ നേടി. സതീദേവിയുടെ മരണശേഷം ശിവൻ ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകി. ശിവൻ ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരില്ലെന്ന് ആ അസുരൻ കരുതി. മുരുകൻ അസുരനെ ആയ ശൂരപത്മനെ പരാജയപ്പെടുത്തിയ കഥ സ്കന്ദപുരാണത്തിൽ കാണാം. വരം ലഭിച്ചതിനു ശേഷം ശൂരപത്മൻ, സിംഹമുഖൻ, താരകാസുരൻ എന്നിവരുടെ നേതൃത്വത്തിൽ അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തി ഭൂമി കീഴടക്കി. ദേവന്മാരെയും മനുഷ്യരെയും പീഡിപ്പിക്കുന്നതിൽ അവർ അതിയായ ആനന്ദം കണ്ടെത്തി. അവർ ഒരു വലിയ ആക്രമണം നടത്തി ദേവന്മാർക്കുള്ളതെല്ലാം നശിപ്പിച്ചു. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ ശിവനെ ലൗകിക ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കാമദേവന്റെയോ മന്മഥന്റെയോ സഹായം സ്വീകരിച്ചു. ജനിച്ച കുട്ടിയായിരുന്നു മുരുകൻ. ശൂരപത്മനെതിരെ യുദ്ധത്തിന് പോകുന്നതിനു മുൻപ് ശിവൻ 11 ആയുധങ്ങൾ നൽകി. പാർവതി ദേവി മുരുകന് വേൽ അല്ലെങ്കിൽ കുന്തം നൽകി. വേൽ അല്ലെങ്കിൽ പവിത്രമായ കുന്തം മുരുകനുമായി ബന്ധപ്പെട്ട ആയുധമാണ്. യുദ്ധത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ ശൂരപത്മന്റെ സഹോദരന്മാരും മറ്റ് എല്ലാ അസുരന്മാരും പരാജയപ്പെട്ടു. 6-ാം ദിവസം ശൂരപത്മൻ മുരുകനെ നേരിട്ടു. ഒരു നീണ്ട യുദ്ധത്തിന് ശേഷം അസുരൻ ഒരു മാമ്പഴത്തിന്റെ രൂപം സ്വീകരിച്ചു. മുരുകൻ മാമ്പഴത്തെ 2ആയി പിളർത്തി അസുരനെ കൊന്നു. ഒരു ഭാഗം മയിലും മറ്റേ ഭാഗം കോഴിയുമായി. മുരുകൻ മയിലിനെ വാഹനമായി സ്വീകരിച്ചു. കോഴി തന്റെ പതാകയിലെ ചിഹ്നമായി.